ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ 2024 RTR 200 4V വണ്ടിയാണ്. ഇത് ഞാൻ എടുത്തിട്ടൊരു 3-4 മാസമായി. 4 മാസമല്ല, 5 മാസത്തോളമായി. അപ്പം ഇതിൻ്റെ എടുത്തപ്പോൾ തന്നെ റിവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് റിവ്യൂ പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം 10,000 കിലോമീറ്ററായി നമ്മുടെ വണ്ടി. ഇതിനകത്ത് പ്രത്യേകിച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ സർവീസ് ഞാൻ കോന്നി യുവ മോട്ടോഴ്സിലാണ് ചെയ്യുന്നത്. അവർ വലിയ കുഴപ്പമില്ലാത്ത സർവീസാണ്, നല്ല സപ്പോർട്ടീവാണ്. പിന്നെ ഒരു 6500 കിലോമീറ്റർ ആയപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വന്നു. പിന്നെ ടയർ ഒരു 10,000 കിലോമീറ്റർ ആയി ഈ ഒരു കണ്ടീഷനായി. ഇത് പിന്നെ ഇപ്പോൾ പുതിയ വണ്ടിക്കെല്ലാം ഈ ഒരു രീതിയിലാണ്. ഒരു 7,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേനും ടയർ ഈ ഒരു രീതിയിലാവും. പ്രത്യേകിച്ച് വണ്ടിക്ക് നെഗറ്റീവ് കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് പറയാനില്ല. വണ്ടിയുടെ സൗണ്ടാണ് ഒരു ഹൈലൈറ്റ്. നമ്മൾ പുറകിൽ ചെല്ലുമ്പം ആൾക്കാർ തിരിഞ്ഞു നോക്കി ഇതെന്താണ് സംഭവം വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സാധനം മേടിച്ച് വെച്ചായിരുന്നു കോട്ടയം TVS മോട്ടോഴ്സിൽ നിന്ന്. ഇത് വെച്ചപ്പോൾ വണ്ടിയുടെ ആ ലുക്കങ്ങ് മാറി, വേറൊരു ലുക്കിലോട്ട് വണ്ടി അങ്ങ് മാറി. പിന്നെ ഇതിൻ്റെ സൗണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ. ഞാൻ നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കാം. ഇതിൻ്റെ സ്പോർട്സ് മോഡ് ഇടുമ്പോഴാണ് ശരിക്കും ആ ഒരു ഹെവി സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. റെയിൻ മോഡിലും അർബൻ മോഡിലും സൗണ്ട് ഇല്ലെന്നല്ല, എന്നാലും സ്പോർട്സ് മോഡ് ഓടിക്കുമ്പം ശരിക്കും ഭയങ്കര സൗണ്ടാണ്. നമ്മൾ ഓടിക്കുന്ന ആൾക്ക് അധികം ഫീൽ ചെയ്യത്തില്ല, പക്ഷേ പുറത്ത് നിൽക്കുന്ന ആൾക്ക് ആ സൗണ്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ 1,82,000 രൂപയായിരുന്നു ഞാനിത് ഈ വണ്ടി എടുക്കുമ്പോൾ. ഇപ്പോൾ പ്രൈസ് എത്രയാണെന്ന് അറിയത്തില്ല, പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ വണ്ടി എനിക്ക് വൻ മുതലാണെന്ന് തന്നെ പറയാം. കാരണം എനിക്ക് അത്യാവശ്യം ഓട്ടം ഉള്ള ആളാണ്. അപ്പം എനിക്ക് അർബൻ മോഡിലും റെയിൻ മോഡിലും ഏകദേശം 40 കിലോമീറ്റർ 45 കിലോമീറ്റർ മൈലേജും സ്പോർട്സ് മോഡിന് ശേഷം 35 കിലോമീറ്റർ മൈലേജൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അതിനകത്ത് കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, മറ്റൊരു വണ്ടിയും ചെയ്യാത്ത. പിന്നെ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ നാവിഗേറ്റർ, അങ്ങനെ കുറേ കോൾ വരുമ്പോൾ അറിയാം. അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. പൊതുവേ ബാക്കിയുള്ള വണ്ടിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ 1,82,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വണ്ടി ശരിക്കും മുതൽ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നിങ്ങളെടുത്തവർ ഇതിനെക്കുറിച്ച് എങ്ങനെയുണ്ടെന്ന് റിവ്യൂ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.